നിത്യമായി വസിക്കുന്നു. ജാതികളിൽ മകളാം സുമുഖി നീ കാണും. ദോഷം നിന്നോടെടുക്കുകയില്ല, ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയില്ല. From a building management to the ministry of God, to be a witnessing church. And I can assure you, even though I know the difficulties as a parish you have gone through with regard to the finance and construction problems, I can assure you the challenge is, it is more challenging to be a real witnessing church in the world rather than spending this $4.5 and $5 million to build the church, the raising the church, because that is a lifetime commitment. It is not, you cannot achieve that merely by writing a check and here is my promise. But that is a life commitment for each and every one of us. And also you have to remember that as a generation, you are called to a special blessing. സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും അഭിമാനമുള്ള ഒരു ദിനമാണിന്ന്. വളരെയേറെ കഷ്ടപ്പാടുകൾ കൂടി ഇന്ന് അതിമനോഹരമായ ഒരു ദേവാലയം ഞങ്ങൾക്ക് പടുത്തുയർത്തുവാൻ കഴിഞ്ഞു. ഇതിന് ഞങ്ങൾക്കിടയാക്കിയ ദൈവത്തോടുള്ള നന്ദി ആദ്യമായിട്ട് ഞാൻ രേഖപ്പെടുത്തുകയും ഇടവക ജനങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി വീണ്ടും വീണ്ടും ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം നിക്കോളാസ് തിരുമേനി ഏറ്റെടുത്ത ആ നിമിഷം മുതൽ തന്നെ തിരുമേനി പറയുന്നതനുസരിച്ച്, തിരുമേനിയുടെ നിർദ്ദേശങ്ങളനുസരിച്ചാണ് ഈ ദേവാലയത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായിട്ടുള്ളത്. തിരുമേനിയുടെ ആ വലിയ പ്രാർത്ഥനയും ഒക്കെ എന്നും ഈ ഇടവകയ്ക്കും നമുക്കെല്ലാവർക്കും ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. 2009 മുതൽ 15 വരെ ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിച്ച എല്ലാ ട്രസ്റ്റിമാർ, സെക്രട്ടറിമാർ, പ്രത്യേകിച്ച് ഈ ദേവാലയത്തിൻ്റെ പണിയിൽ ക്ഷീണം പരിശ്രമിച്ച കോർഡിനേറ്റേഴ്സ് നിതീഷ് ജോയ്, ബാബു ഫിലിപ്പ് ആൻഡ് ഫിലിപ്പ് തെക്കൂടം, ഇവർ 3 പേരെ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു. അവരോടൊപ്പമൊക്കെ നിങ്ങളോടൊപ്പമൊക്കെ ചെറുതായിട്ടെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രയും മനോഹരമായ ഒരു ദേവാലയം പണിഞ്ഞ ദൈവത്തിൻ്റെ കൃപയും നിങ്ങളുടെ ഓരോരുത്തരുടെയും പണവും നിങ്ങളുടെ കഴിവും ഒക്കെ കൊണ്ടാണ്. അതിനകത്ത് ഞാൻ ഒരു ചെറിയ ഒരു വ്യക്തി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു മുഖാന്തരമായി എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പിൻപിൽ അധ്വാനിച്ച് കഴിഞ്ഞ 7 വർഷക്കാലം ഈ ദേവാലയത്തെ നയിക്കുവാൻ സാധിച്ചത് വലിയ മഹാഭാഗ്യമെന്ന് തന്നെ പറയാം. ഈ സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. ഏതാണ്ട് 6 വർഷമായിട്ട് ഇതിൻ്റെ പണികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. ഇന്ന് ഇതിൻ്റെ കൂദാശ നിർവഹിച്ച് ഈ ദേവാലയത്തിൽ ആരാധന അർപ്പിക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയത് ദൈവത്തിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് ഈ ക്രിസ്മസ് സീസണിൽ ഞങ്ങൾക്ക് കിട്ടിയ, സ്വർഗത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കണക്കാക്കുന്നത്. On behalf of the members of St. George Church, I would like to welcome our Tribune to this function. Now I would like to welcome Father Thomas Paul, our diocesan counselor. Chancellor. A great leader and a scholar.
He is very kind to answer our questions and finding solutions for our problems in our difficult times. On behalf of our church, I would like to welcome Achan to this function. Since I don't have all our priest's name, I would like to welcome all our priests to this function. വളരെ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. മലങ്കര സഭയ്ക്ക് വേണ്ടി വളരെ മനോഹരമായൊരു ദേവാലയം സ്റ്റാറ്റൻ ഐലൻഡിൽ ഒരുങ്ങിയിരിക്കുകയാണ്. മലങ്കര സഭയിൽ അമേരിക്കയിൽ ആദ്യത്തെ ദേവാലയം മേടിച്ചത് ഇവരാണ്. അതുപോലെ തന്നെ വീണ്ടും വളരെ മനോഹരമായൊരു ദേവാലയം ബിൽഡ് ചെയ്ത് സഭയ്ക്ക് വേണ്ടി ദൈവമഹത്വത്തിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ സന്തോഷത്തിൽ ഈ ഇടവകയിലെ ജനങ്ങളോട് ഓരോരുത്തരോടും അവർ അഭിനന്ദനം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇതിന് നേതൃത്വം നൽകിയ വികാരി അച്ഛൻ ബഹുമാനപ്പെട്ട അലക്സ് ജോയി അച്ഛന്, ഇതിൻ്റെ ട്രസ്റ്റി മിസ്സസ് ആനി ജോൺ, സെക്രട്ടറി ജോസ് ജോയി, കമ്മിറ്റി മെമ്പേഴ്സ്, ഇതിൻ്റെ ബിൽഡിംഗ് കോർഡിനേറ്റേഴ്സ്, ഫൈനാൻസ് കോർഡിനേറ്റേഴ്സ്, ഇവരോടൊക്കെയുള്ള അനുമോദനം അറിയിക്കുകയും ചെയ്യുന്നു. ദൈവമഹത്വത്തിനായി ഇടവകയുടെ പ്രവർത്തനങ്ങളായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. Gratitude is the fairest blossom which springs from the soul. Every celebration is an experience. The external fades away and the internal lingers and echoes in the most depth of our hearts. Today, we embarked on another milestone by having a new place of worship at 28 Sunset Avenue. We are reminded that 4 decades ago, the 14 founding members laid the first cornerstone of this church. And today we recognize those faithful servants of their untiring sacrifice as they now stand as an embodiment of unity among us. Gratitude is the memory of a heart that will recognize the good done. By virtue of being the trustee of this church, I am honored and privileged to propose a vote of thanks on behalf of Staten Island St. George Orthodox Church of India and the entire congregation who are assembled here tonight. At the outset, I thank our Almighty God who covered us all these years under His mighty wings and guided through all the odds. Jesus looked at them and said, "With man, this is impossible, but with God, all the things are possible." We encountered many storms and also mighty sandy hurricane. Like Nehemiah preached, "Let us arise and build." Tirumeni's timely guidance help us to achieve the impossibilities now into possibilities. But you know who you are, what you did for this event. Thank you for all the effort from the bottom of my heart. A note of thanks to all those who are present here today. To all my fellow parish members, you have been a source of strength to us through your prayer, sacrifice, support, and various other kinds of help. We thank you all well-wishers and other institutions with whom we work closely to make our church a better place. Thank you for accepting me for who I was and looking on the inside, not the outside. Who inspired me, and my husband who grew up in this church, who wholeheartedly supported me and unconditionally and advised me to treat everyone as own and forgive each other, and he never interfered in any of my official matters. Libu and Michelle, thank you for your patience, sacrifices, and for being very understanding. By chance, anyone to whom we owe our gratitude has not mentioned, I say a big thank you. ഭദ്രാസനത്തിലെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ ആദ്യം സ്വന്തമായി വാങ്ങിച്ച ദേവാലയം ഇന്ന് 3 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇത് പുതുക്കി വലുതാക്കിയിരിക്കുന്നതായ ഈ സന്തോഷകരമായ ഒരു നിമിഷമാണ്. അഭ്യുന്നതനായ മക്കാറീസ് തിരുമേനിയും ബർണബാസ് തിരുമേനിയും എല്ലാം ഈ സമയത്ത് പ്രത്യേകം ഓർക്കുന്നു. നിക്കോളവാസ് തിരുമേനിയുടെ ശക്തമായിരിക്കുന്ന പിന്തുണയും
സഹകരണങ്ങളും ഈ ദേവാലയത്തിൻ്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി എന്ന് പറയുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇടവയിലെ എല്ലാ ജനങ്ങളെയും ഈ സമയത്ത് നന്ദിയോടുകൂടി ഓർക്കുന്നു. എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഈ ദേവാലയത്തെ ദൈവം തമ്പുരാൻ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയം മലങ്കര സഭയ്ക്ക് വേണ്ടി ഇടവ ജനങ്ങൾ പണിത് സമർപ്പിച്ചിരിക്കുകയാണ്. അതുവരെയ്ക്ക് അനുമോദനങ്ങൾ അർപ്പിക്കുവാനായിട്ടുള്ളത് ഈ ഇടവകയിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ്. ഇതിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെയും അധ്വാനിച്ചിട്ടുള്ള ഈ ഇടവകയിലെ ജനങ്ങൾ, അതുപോലെ ഇവിടെ നിന്ന് പോയിട്ടുള്ള ഇടവക ജനങ്ങളുണ്ട്, ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ളവരുണ്ട്. എല്ലാവരും ഈ സമയത്ത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ഈ ദേവാലയം ഈ നിലയിൽ മനോഹരമായിട്ട് പണിയുന്നതിനും ഇത് സഭയ്ക്ക് സമർപ്പിക്കുന്നതിനുമായിട്ട് നിങ്ങളുടെ അധ്വാനം വളരെയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അലസ്കെ ജോയിച്ചിനോടും എല്ലാ ഇടവക ജനങ്ങളോടും അല്പമായോ അധികമായോ സഹകരിച്ചിട്ടുള്ള എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും അതുപോലെ തന്നെ കൺഗ്രാജുലേഷൻസും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു. സെൻറ്റ് ജോർജ് മലങ്കര ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ കൂദാശ സംബന്ധമായി അതിനൊരു ഭാഗമായി തീരുവാൻ, അതിൻ്റെ ട്രസ്റ്റിയായിട്ട് ഭാരവാഹിയായിട്ട് പ്രവർത്തിക്കുവാനിടയായതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അതിനായിട്ട് ഞാൻ ദൈവത്തോട് വളരെ നന്ദി പറയുന്നു.